മുബാറക്കായ ആളുകൾ രൂപീകരിച്ചതാണ് എന്നതുകൊണ്ടോ ആരിഫ്യങ്ങളും ഔലിയാക്കളും രൂപീകരിച്ചതാണ് എന്നതുകൊണ്ടോ ഒരു സംഘത്തിന്റെ പിന്തുടർച്ചക്കാര് സംഘത്തെ നാശാക്കാതിരിക്കൂല. പിന്തുടർച്ചക്കാർ ആരിഫ്യങ്ങളല്ലല്ലോ, രൂപീകരിച്ചവരല്ലേ ആരിഫ്യങ്ങള്, രൂപീകരിച്ച മഹത്തുക്കളല്ലേ നിസ്വാർത്ഥര്. ആരിഫ്യങ്ങൾ മരണപ്പെട്ട ശേഷം ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അദാഉ സ്വലാത്ത വത്തബഉ ശഹവാതി ഫസൗഫ യൽഖൗന ഗയ്യ എന്ന് വിശുദ്ധ ഖുർആൻ പിൻഗാമികൾ വന്നിട്ടാണ് നിസ്കാരം പാഴാക്കിയതും തോന്നിയാസികളായതും ഒക്കെ സമൂഹത്തെ പറ്റി പറഞ്ഞതുപോലെ അങ്ങനെ ഓരോരോ പിന്തലമുറക്കാർ വരില്ലേ, അവരിലെ സത്യദീനനെ നാശാക്കുക. മുബാറക്കായ ആളുകൾ രൂപീകരിച്ചതാണെങ്കിൽ നാശാവുല്ലെങ്കിൽ ക്രിസ്തു മതം നാശാവും. വാനലോകത്തിൽ നിന്ന് ഈ സംഘത്തിന് അല്ലാഹു തആലാന്റെ വിളിയാളം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഭൂരിപക്ഷവും ഒരു സംഘടനയെ അംഗീകരിക്കുന്നതിൽ ക്രിസ്തു മതമല്ലേ ഇവിടെ ശരിയായ മതമാകേണ്ടത്? അള്ളാഹുവിന്റെ അടിയങ്ങളായിട്ടുള്ള മനുഷ്യ പടപ്പുകളിൽ ഭൂരിപക്ഷവും ക്രിസ്ത്യാനികളല്ലേ? വാനലോകത്ത് ക്രിസ്ത്യാനിസത്തെ അള്ളാഹു തആല പരിചയപ്പെടുത്തിയിട്ടാണോ ലോകത്തെ ഈ കേരളത്തിൽ ടാവട്ടത്തിലെ കേരളമല്ല കാണേണ്ടത്? ഭൂലോക ആസകളൊന്ന് നോക്കി, ഭൂലോകാസകലത്തിൽ എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. റസൂൽ പറയുന്നത് എന്താണെന്നറിയോ? വ്യക്തികളായ അള്ളാഹുവിന്റെ അടിയങ്ങൾക്ക് അള്ളാഹു തആലാന്റെ ഭൂമിയിൽ പ്രത്യേകം സ്വീകാര്യതയുണ്ടാകുന്നതും അവരെ ആളുകൾ അംഗീകരിക്കുന്നതും അവരുടെ മഹത്വം ആളുകൾ അംഗീകരിക്കുന്നതും വാനലോകത്ത് അള്ളാഹു തആല വിളംബരം ചെയ്യുന്ന ആളുകൾക്ക് ലഭിക്കുന്ന മഹത്തായ സൗഭാഗ്യമാണെന്ന് റസൂലുള്ളാഹി തങ്ങൾ പ്രസ്താവിച്ചിട്ടുണ്ട്. അത് വ്യക്തിയുടെ കാര്യമാണ്. ആ ആൾക്ക് ഭൂമുഖത്ത് പ്രത്യേകം കബൂൽ നൽകപ്പെടുമെന്ന് പറയുന്നുമുണ്ട്. അതിനർത്ഥം എല്ലാവരും അയാൾ പറയുന്ന വീക്ഷണത്തിലേക്ക് ചെല്ലുമെന്നോ അയാൾ അനുകരിച്ചുകൊണ്ട് ജീവിക്കുമെന്നോ അല്ല. കബൂൽ എന്ന് പറഞ്ഞാൽ അതല്ലല്ലോ അർത്ഥം. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ. താജുൽ ഉലമാ ശൈഖുനാ സദഖത്തുൽ മുസ്ലിയാർ എന്ന് പറയുന്നവരുടെ സംഘടനയിലോ അദ്ദേഹത്തിന്റെ ആശയാദർശങ്ങളിലോ ജീവിക്കുന്നവർ കേരളത്തിൽ വളരെ ചെറിയ ന്യൂനപക്ഷമാണ്. വളരെ ചെറിയ ന്യൂനപക്ഷത്തിന് യഥാർത്ഥ സത്യത്തിന്റെ പിൻഗാമികളായി ജീവിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നൽകും. നല്ലതെപ്പോഴും കുറച്ചായിരിക്കും, ഏത് കൂട്ടത്തിലും കുറച്ചായിരിക്കും. കല്ലുകളിൽ എത്ര കല്ലുകളുണ്ട്. ആ കല്ലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കല്ല് ചിലതല്ലേ കാണൂ. വളരെ വിലപിടിപ്പുള്ള കല്ല് 1 or 2 വർഗ്ഗങ്ങളെ കാണൂ. മരങ്ങളിൽ എത്ര പടുമരങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ളതും ഏറ്റവും പറ്റിയതുമായ മരങ്ങൾ കുറച്ചേ കാണൂ. അള്ളാന്റെ പടപ്പുകൾ ഏതെടുത്തു നോക്കിയാലും ഏറ്റവും വിലപ്പെട്ടത് വളരെ വളരെ കുറച്ചായിരിക്കും. മനുഷ്യനും ഈ അലംഘനീയ വിധിയിൽ നിന്ന് മാറ്റമില്ല. മനുഷ്യരും വളരെ കുറഞ്ഞവരായിരിക്കും ഏറ്റവും മുന്തിയവർ. ആ മുന്തിയവർ ബഹുമാനപ്പെട്ടവരെ പോലുള്ള ആളുകളുടെ ഒപ്പം കൂടാൻ കുറച്ചാളേ കിട്ടുള്ളൂ. പക്ഷേ മഹാനൊരു വ്യക്തിത്വം അംഗീകരിക്കാത്തവരോ, മഹാനൊരു പണ്ഡിതനാണെന്ന് സമ്മതിക്കാത്തവരോ, മഹാനൊരു സത്യമുണ്ടാകും, ദീനിബോധം ഉണ്ടാകുമെന്ന് പറയാത്തവരോ കേരളത്തിൽ ആരെങ്കിലും കാണുമോ? എല്ലാ പക്ഷത്തെ സംഘടനക്കാരും വാഴ്ത്തുകയും പുകഴ്ത്തുകയും പ്രശംസിക്കുകയും ചെയ്യുന്നില്ലേ? താജുല്ലുലമായ ഇതാണ് കബൂൽ. ഈ തരത്തിലുള്ള കബൂലുകൾ അല്ലാഹു തആലാന്റെ മഹത്തുക്കളായ ആളുകൾക്ക് അല്ലാഹു നൽകുന്നത് വാനലോകത്ത് മലക്കുകൾക്ക് വിളംബരം നൽകിയിട്ട് മലക്കുകൾ അംഗീകരിക്കുന്ന ആളുകളെയാണ് ഭൂമിയിൽ കബൂൽ ഉണ്ടാവുന്നത്. ഇത് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. എല്ലാതെ മതങ്ങളെയും ആശയങ്ങളെയും സംഘടനകളും ഒക്കെ അല്ലാഹു തആല കബൂൽ കൊടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഭൂരിപക്ഷം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ എന്ന് അള്ളാഹു തന്നെ വ്യക്തമാക്കി പറഞ്ഞതിനെതിരല്ലേ? ഭൂമിയിൽ ബഹുഭൂരിപക്ഷത്തിനൊപ്പം നിൽക്കാൻ നിന്നാൽ അവർ വഴിപിഴച്ചവരും ജനങ്ങളെ പിഴപ്പിക്കുന്നവരുമാണെന്ന് അല്ലാഹു തആല പ്രഖ്യാപിച്ചതല്ലേ ഖുർആനിൽ? ഭൂമുഖത്തുള്ള മനുഷ്യരിൽ ബഹുഭൂരിപക്ഷവും വഴിപിഴച്ചവരും ജനങ്ങളെ പിഴപ്പിക്കുന്നവരുമാണെന്ന്. നമ്മൾ എന്ന് ഫാത്തിഹ സൂറത്തിൽ പറയുന്ന പിഴച്ചവരാരാണ്? ക്രിസ്ത്യാനികളാണ്. ക്രിസ്ത്യാനികളോളം ഈ ഭൂമുഖത്ത് മനുഷ്യവർഗത്തിൽ ഭൂരിപക്ഷമുള്ളത് ആർക്കാണ്? ഒരു കൂട്ടർക്കുമില്ല. ഭൂലോകത്താകെ മൊത്തം നോക്കിയാൽ ക്രിസ്ത്യാനികളാണ് ഏറ്റവും വലിയ സംഖ്യ. ഇന്ത്യ രാജ്യത്ത് അല്ലാഹു തആലാന്റെ പടപ്പുകളായ മനുഷ്യന്മാർ ഭൂരിപക്ഷവും ഹിന്ദുക്കളാണ്. രാജ്യത്ത് നോക്കുകയാണെങ്കിൽ ഈ ഹിന്ദുക്കൾക്ക് വാനലോകത്ത് മലക്കുകൾ പ്രത്യേകം പറഞ്ഞതിനനുസരിച്ച് കിട്ടുന്നതാണോ ഈ കബൂലിയത്ത്? ആൾക്കാർ തോന്നെ കൂടുതലാണോ ഈ കബൂലിയത്തിനർത്ഥം? അങ്ങനെ എവിടെയെങ്കിലും ഹദീസുണ്ടോ? അങ്ങനെ ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? പക്ഷെ പ്രചാരണങ്ങളുടെ രീതി ഇങ്ങനെയൊക്കെയാ. ആയത്തുകളെയും ഹദീസുകളെയും ഒക്കെ വളച്ചൊടിച്ച് തന്നിഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട്, തന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, താൻ ഇച്ഛിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വളച്ചൊടിച്ച് ദുർവ്യാഖ്യാനം ചെയ്യുന്ന ബിദ്അത്തുകാരുടെ ശൈലിയിലേക്ക് നമ്മുടെ സുന്നി ഉലമാക്കളും വന്നിട്ടുണ്ടെങ്കിലും മുബാറക്കായ സംഘടന എന്ന് പറയുന്നത് മുബാറക്കായ ആളുകൾ രൂപീകരിച്ചതുകൊണ്ട് പിഴക്കില്ല എന്ന് വിചാരിക്കരുത്. നിങ്ങൾ ഓർത്തു നോക്കുക, ഇവിടത്തെ ക്രിസ്തു മതം ആരാണ് ഇതിന്റെ സ്ഥാപകർ?
അതിനു മുൻപ് ജൂതമതം. ആരാണ് ഇതിന്റെ സ്ഥാപകർ? ഇവിടുത്തെ ഏറ്റവും വലിയ പ്രവാചകന്മാരായി നമ്മൾ പഠിക്കുന്ന 1,24,000 അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാരിൽ നിന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പേരെടുത്തു പറഞ്ഞ് നമ്മെ പഠിപ്പിച്ച് അനുസ്മരിപ്പിച്ച 25 ആളുകൾ. ആ 25 ആളുകളിൽ നിന്ന് ഉലുൽ അസ്മുകൾ എന്ന പേരിൽ നമ്മൾ പ്രത്യേകം പഠിച്ചു വരുന്ന 5 ആളുകൾ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടക്കം വിശുദ്ധ ഖുർആൻ പ്രത്യേകം പറഞ്ഞിട്ടുള്ള 5 ആളുകളാണ് ഉലുൽ അസ്മുകൾ. അവരിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടവരല്ലേ നമ്മുടെ നബി കഴിഞ്ഞാൽ, പിന്നീട് ഇബ്രാഹിം നബി കഴിഞ്ഞാൽ മൂന്നാമത്തെ സ്ഥാനമുള്ള മഹാനരല്ലേ മൂസാ നബി അലൈഹിസ്സലാം. വിശുദ്ധ ഖുർആനിൽ എത്ര തവണയാണ് മൂസാ നബി അലൈഹിസ്സലാമിന്റെ പേര് പറഞ്ഞത്? ആ മൂസാ നബി അലൈഹിസ്സലാം സ്ഥാപിച്ച മതമല്ലേ യഹൂദി മതം. ആ മതത്തിന്റെ അവസ്ഥ പിൻഗാമികൾ എവിടെ എത്തിച്ചു? പിന്നീട് 4-ാം സ്ഥാനത്ത് ഉലുൽ അസ്മുകളിൽപ്പെട്ട പ്രവാചകരല്ലേ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം. ആ ഈസാ നബി അലൈഹിസ്സലാം എന്ന് പറയുന്ന പ്രവാചകൻ സ്ഥാപിച്ചിട്ടുള്ളതല്ലേ യഥാർത്ഥത്തിൽ നസ്രാനിയത്ത്, ക്രിസ്തു മതം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പേരിൽ നിലകൊള്ളുന്നതും അദ്ദേഹത്തിന്റെ പേരിൽ അള്ളാഹു നൽകിയിട്ടുള്ള വേദഗ്രന്ഥമായ ഇഞ്ചീലിന്റെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ടതുമല്ലേ ക്രിസ്തുമതം. തൗറാത്തിന്റെ പേരിൽ രൂപം കൊണ്ടതും വേദമതവുമല്ലേ ജൂതമതം. തൗറാത്ത് എന്ന വേദത്തിന്റെയും ഇഞ്ചീൽ എന്ന വേദത്തിന്റെയും പിന്തുണയോടുകൂടെ ആ സത്യമായ വേദത്തിന്റെ വിവരങ്ങൾക്ക് പിന്നിൽ രൂപീകരിക്കപ്പെട്ട ഈ 2 മതങ്ങളും അതിന്റെ അനുയായികൾ എന്താക്കി കഴിഞ്ഞു? വേദങ്ങളെപ്പോലും നാശപ്പെടുത്തി കഴിഞ്ഞു, ആശയങ്ങളൊക്കെ അനുകൂലക്കാക്കി കഴിഞ്ഞു. ഈസാ നബി എന്ന പ്രവാചകരെ അള്ളാഹുവിന്റെ പുത്രനാക്കി കൊണ്ട് വാഴിച്ചു കളഞ്ഞു. ഇങ്ങനെയൊക്കെ കഴിഞ്ഞ ശേഷമല്ലേ പരിശുദ്ധ ഇസ്ലാം വരുന്നത്. തൗറാത്തിന്റെയും ഇഞ്ചീലിന്റെയും അവ 2 വേദഗ്രന്ഥങ്ങളുടെയും പിന്നിൽ നിന്ന് ആ 2 പരിശുദ്ധ മതങ്ങളുടെയും യഥാർത്ഥത്തിലുള്ള സത്യവും സ്വാംശീകരിച്ചുകൊണ്ടല്ലേ അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ ഇസ്ലാം കൊണ്ടുവരുന്നത്. ക്രിസ്തു മതം എന്ന പേരില്ല, യഹൂദ മതം എന്ന പേരില്ല. പേരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് 2ഉം പിഴച്ചത്. സ്ഥാപിച്ചവരാവട്ടെ അള്ളാഹുവിന്റെ ഉലുൽ അസ്മുകളിൽപ്പെട്ട പ്രവാചകന്മാരായ മൂസാ നബി അലൈഹിസ്സലാമും ഈസാ നബി അലൈഹിസ്സലാമും. മൂസാ നബിയും ഈസാ നബിയും സ്ഥാപിച്ചിട്ടുള്ള മതങ്ങൾ പിഴച്ചിട്ട് പിൻഗാമികൾ പിഴച്ച മതങ്ങളാക്കിയെങ്കിൽ ആ പിഴച്ച മതങ്ങൾ ഇവിടെ ഒരിക്കലും പിഴച്ച മതങ്ങളാണെന്ന് നിലയ്ക്ക് ഒരു ശൂന്യത സൃഷ്ടിച്ചിട്ടില്ല. കാരണം ഈ മതങ്ങളെ അല്ലാഹു തആല വേദം ഇറക്കി കൊടുത്ത അല്ലാഹു തആല തൗറാത്തിനെയും ഇഞ്ചീലിനെയും ഖുർആനിലൂടെ സംരക്ഷിക്കുകയാണ്. ومهيمنا ومصدقا لما بين يديه ومهيمنا على التوراة والإنجيل. തൗറാത്തിനെയും ഇഞ്ചീലിനെയും സഹായിച്ചുകൊണ്ട് പിന്തുണക്കുന്ന ശരിവെക്കുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. തൗറാത്തിലും ഇഞ്ചീലിലും കൈകടത്തപ്പെട്ടതിനെ ശരിക്കും വ്യക്തമാക്കി കൊടുക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. ആ ഖുർആനിലൂടെ സത്യമായ ക്രിസ്തുമതവും സത്യമായ ജൂതമതവും ഇവിടെ പിന്തുടർച്ചയിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതിന്റെ അനുയായികൾ വികൃതമാക്കി കഴിഞ്ഞു. പേരുകൊണ്ട് ജൂതമതവും ക്രിസ്ത്യൻ മതവും എന്നീ പിഴച്ച മതങ്ങളാണ്. ഈ ഒരവസ്ഥ ഈ സമുദായത്തിന് വരും. എന്റെ ഉമ്മത്തിലെ ഉലമാക്കൾ ബനൂ ഇസ്രായേലിലെ പ്രവാചകന്മാരെ പോലെയാണ്. ആ പ്രവാചകന്മാർ സ്ഥാപിച്ചിട്ടുള്ള ആശയങ്ങൾക്കും സംഘങ്ങൾക്കും എല്ലാം എന്തൊക്കെ സംഭവിക്കുമോ അതൊക്കെ എന്റെ ഉലമാക്കളാൽ സ്ഥാപിതമായിട്ടുള്ള സംഘങ്ങൾക്കും അവരുടെ ആശയങ്ങൾക്കും സംഭവിക്കുക തന്നെ ചെയ്യും. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിങ്ങൾക്ക് ജൂത ക്രിസ്തീയ വിഭാഗത്തിന്റെ മുൻഗാമികളായിട്ടുള്ള ആളുകളുടെ അതേ വിധത്തിൽ അവർ പ്രവർത്തിച്ച അതേ വിധത്തിൽ തന്നെ നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അവരുടെ മാർഗം തന്നെ നിങ്ങൾ അനുകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. നിങ്ങളിൽ ബഹുഭൂരിപക്ഷവും മുൻഗാമികളായിട്ടുള്ള ആളുകളെ ചാണിനു ചാണായും മുടത്തിനു മുടമായും അനുകരിച്ചുകൊണ്ടിരിക്കും. എത്രത്തോളം ഒരുടുമ്പിന്റെ ഇടുങ്ങിയ മാണത്തിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി സാഹസപ്പെട്ടുകൊണ്ട് മുൻഗാമികൾ വന്നതും കാണിച്ചാൽ അത്തരം ഒരു ഉടുമ്പിന്റെ മാളത്തിൽ പ്രവേശിക്കാൻ നിങ്ങളും സാഹസം കാണിക്കും. കുബുസായ ചിന്താതികൾ ഉണ്ടാക്കിക്കൊണ്ട് ദീൻ പിഴപ്പിക്കാൻ അവർ ശ്രമിച്ചാൽ നിങ്ങളും കുബുസായ രീതിയിലേക്ക് അവരെ പിന്തുടർന്നു കൊണ്ടുപോകും. ഇതൊക്കെ റസൂലുള്ള വിവരിച്ചതാണ്. ഇത് അള്ളാഹുവിന്റെ റസൂല് പറയുമ്പോ സ്വഹാബാക്കൾ ചോദിച്ചു, അൽ യഹൂദ വന്നസ്വാറ, ജൂത ക്രിസ്തീയ വിഭാഗത്തെയാണോ നബി തങ്ങളെ ഉദ്ദേശിക്കുന്നത്? നബി തങ്ങൾ പറഞ്ഞു, ഫമൻ, പിന്നെ ആരെയാണ്? അവരുടെ മാർഗം തന്നെ നിങ്ങൾ പിന്തുടരും.
ഇപ്പൊ ജൂതന്മാർ അവരുടെ മതം നിറവേറ്റിയിട്ടുള്ള മതം, സത്യമായിട്ടുള്ള മതം, തൗറാത്തിന്റെ പേരിലുള്ള മതം നശിപ്പിച്ചതുപോലെ നിങ്ങളുടെ പണ്ഡിതന്മാർ രൂപീകരിച്ചിട്ടുള്ള സംഘങ്ങളും സംഘടനകളും ആശയങ്ങളും ഒക്കെ നാശപ്പെടുത്തും. ക്രിസ്ത്യാനികൾ ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഇഞ്ചീലിന്റെ അടിസ്ഥാനത്തിലുള്ള സത്യമതത്തെ നാശപ്പെടുത്തിയതുപോലെ വിശുദ്ധ വേദത്തെ അടിസ്ഥാനപ്പെടുത്തി ഉലമാക്കൾ നിങ്ങൾക്ക് സംഘടിപ്പിച്ചിട്ടുള്ള സംഘടനകളും പ്രസ്ഥാനങ്ങളും ഒക്കെ നിങ്ങൾ നാശമാക്കും. ഇറങ്ങി വരുന്ന അനുഗാമികൾ തോന്നിയാസികളാക്കും. ഇത് എല്ലാ മുബാറക്കായ സംഘത്തിനും വരും. മുബാറക്കായ മതങ്ങൾക്ക് വരുന്നതുപോലെ മുബാറക്കായ സംഘങ്ങൾക്കും മുബാറക്കായ ആശയങ്ങൾക്കൊക്കെ വരുന്നതാണ്. പക്ഷെ ഒന്നുണ്ട്, ولا تزال طائفة من أمتي ظاهرين على الحق لا يضرهم من خذلهم ولا من خالفهم حتى يأتي أمر الله أو كما قال رسول الله. ഈ മതത്തിന് സവിശേഷതയുണ്ട്. ജൂതമതത്തിനില്ലാത്ത സവിശേഷത, ക്രിസ്തീയ മതത്തിനില്ലാത്ത സവിശേഷത. ജൂതമതവും ക്രിസ്തീയ മതവും ഒന്നിച്ച് പിഴച്ചപ്പോൾ അതിന്റെ ശരി എന്തെന്ന് ഒരിക്കലും അവശേഷിക്കാത്ത വിധം, എവിടെയാണ് ശരിയായ വേദമെന്ന് തിരഞ്ഞാൽ കിട്ടാത്ത വിധം നാമാവശേഷമായതുപോലെ ഈ ദീൻ നാമാവശേഷമാവുകയില്ല. ഈ ദീനിൽ ആളുകൾ ബഹുഭൂരിപക്ഷവും കിടക്കും. ജൂതക്രിസ്തീയ വിഭാഗത്തിന്റെ അതേ രീതിയിൽ പണ്ഡിതന്മാർ അനുകരിച്ച് മുന്നോട്ട് പോകും. പണ്ഡിതന്മാർ ജൂതക്രിസ്തീയ വിഭാഗത്തിൽ പണ്ഡിതന്മാരുണ്ടാക്കിയതിന് ജനങ്ങൾ അലങ്കോലപ്പെടുത്തിയതുപോലെ, പ്രവാചകന്മാരുണ്ടാക്കിയതിന് ജനങ്ങൾ അലങ്കോലപ്പെടുത്തിയതുപോലെ, പണ്ഡിതന്മാരുണ്ടാക്കിയതിന് അനുയായികളായ സാധാരണക്കാരും അനുയായികളായ വേഷധാരികളും നാശപ്പെടുത്തിക്കൊണ്ടിരിക്കും. പക്ഷേ ഒരു കൂട്ടം, ഒരു കൊച്ചു സംഘം അന്ത്യനാൾ വരേക്കും സത്യത്തിന്റെ മേൽ അടിയുറച്ചു നിൽക്കും. അവരെ കൈവിടുന്നവർ അവർക്കൊരു പ്രശ്നവുമല്ല. അവരാര് സ്വീകരിക്കുന്നു എന്നവർക്കൊരു പ്രശ്നമല്ല. അവരാര് അംഗീകരിക്കുന്നു, പിന്തുണക്കുന്നു, അതവർക്ക് പ്രശ്നമല്ല. വലാമൻ ഖാലഫഹും, അവരോട് വിരുദ്ധരായിക്കൊണ്ട് ആരൊക്കെ മത്സരിക്കുന്നുവോ അതൊന്നും അവർക്ക് പ്രശ്നമല്ല. അവരുടെ കാര്യത്തിലുള്ള അള്ളാഹുവിന്റെ തീരുമാനം സംഭവിക്കുന്നത് വരെ, അതായത് അവർ മരിക്കുന്നത് വരെ അതിൽ അടിയുറച്ചു നിൽക്കും. അതല്ലെങ്കിൽ ഈ ലോകത്തെ കുറിച്ചുള്ള അള്ളാഹുവിന്റെ അന്ത്യമായ തീരുമാനം ഖിയാമത്ത് എന്നത് സംഭവിക്കുന്നത് വരെ, അതായത് ഖിയാമത്തിന്റെ ഏറ്റവും അടുത്ത സമയം വരേക്കും യമനിൽ നിന്ന് അടിച്ചു വീശുന്ന മൂമിനീങ്ങളെ മുഴുവൻ നശിപ്പിച്ചു കളയുന്ന, മരിപ്പിച്ചു വീഴ്ത്തുന്ന, തഴുകിക്കൊണ്ട് മരിപ്പിച്ചു വീഴ്ത്തുന്ന മന്ദമാറുകൾ വരുന്നത് വരേക്കും ഈ അവസ്ഥ തുടരുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് മാത്രമേ ഇസ്ലാമിന്റെ സവിശേഷതയുള്ളൂ. കേൾക്കാത്തതല്ല, ഭൂരിപക്ഷവും പേച്ചു പോകാത്തതല്ല. ഇസ്ലാമിലും ഭൂരിപക്ഷവും പേച്ചു പോകുന്ന റസൂലുള്ള ഒരുപാട് ഹദീസുകൾ താക്കീത് നൽകിയിട്ടുണ്ട്. പക്ഷെ വളരെ ചെറിയ ഒരു കൂട്ടം ആളുകൾ, ആ ആളുകൾ സത്യത്തിൽ ഖിയാമത്ത് നാൾ വരെ അടിയുറച്ചു നിൽക്കുമ്പോ എതിരാളികളും കൈവിട്ടവരും എത്രയോ ഉണ്ടെങ്കിലും, അവരുടെ സത്യം ധാരാളമാണെങ്കിലും അത് ഇവരെ യേശുകയില്ല എന്ന് പറയണമെങ്കിൽ ശല്യം രൂക്ഷമാകേണ്ടേ? അരൂക്ഷമായ ശല്യം മേശാതെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ പ്രശംസിച്ച, പ്രകീർത്തിച്ച ആ വിഭാഗം നിലനിൽക്കും. അതിന് സംഘടനാ വിലാസം വിഷയമല്ല, സംഘടനയുടെ പേര് വിഷയമല്ല.